വിജയൻ എന്നത് BJPയുടെ അവരുടെ ലാർജർ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന പല ദൗർബല്യങ്ങളുള്ളൊരു വ്യക്തി. കെ ബാലനും അതുപോലെ പിണറായി വിജയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ നടത്തുന്നവർക്ക് കൊടുക്കുന്ന സംരക്ഷണം, ഇതൊക്കെ ഒരു വിലയിരുത്തലിന് വിധേയമാക്കേണ്ടത് CPM അല്ലേ? കേരളത്തിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ഗവൺമെൻറ് വിളിച്ചു ചേർക്കുന്നു. ഇങ്ങനൊരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്. കേന്ദ്ര സഹായം നമുക്ക് ഡിനൈ ചെയ്യപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് നിന്ന് എന്താണ് നയം സ്വീകരിക്കേണ്ടത്? വിളിക്കണ്ടേ? പഞ്ചായത്തിൽ ചെന്ന 21 കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്രരെന്ന് പറഞ്ഞാൽ അതിദരിദ്രരായ മനുഷ്യരുടെ ഒരു വലിയ സമൂഹത്തെ അവർക്ക് നേരിടേണ്ടി വരും. ദേശീയപാത വികസനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ എല്ലാ ദിവസവും ഇവിടുത്തെ PW മന്ത്രി നടക്കുന്നു, ഇരിക്കുന്നു, ഡ്രോൺ വീഡിയോസ് എടുക്കുന്നു. ഇപ്പം എന്താ എടുക്കുന്നുണ്ടോ? പഠിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. കനകൂലി ഒരു റിപ്പോർട്ട്, സുനിൽ കനകൂലി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലഭിക്കുന്നതാണ്. അത് ചോർന്നു കിട്ടുമോ മാധ്യമങ്ങൾക്ക്? അപ്പോൾ ഇവർക്ക് തോന്നുന്ന കൂട്ടങ്ങ് എഴുതുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അർഹതയുള്ള ആളുകൾ എന്ന രീതിയിൽ പറയാൻ പോലും ഭയമാണ്. ഇപ്പോൾ ഇവിടെ ഒരു വൈരുദ്ധ്യം കോൺഗ്രസ് നേരിടുന്നില്ലേ? അതായത് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് സംഘപരിവാറിൻ്റെ ഒരു ലാർജർ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ ഫൈറ്റ് ചെയ്യുന്ന രണ്ട് ഘടകകക്ഷികളായിട്ടാണ് കേരളത്തിന് പുറത്ത് CPM. അപ്പോൾ അവർക്ക് സംഘപരിവാറുമായി ഈ തരത്തിലൊരു അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് കേരളത്തിൽ നമ്മൾ ബിയോണ്ട് ഡൗട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവരെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ സമീപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക? അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു അംഗത്തിന് BJPയിലേക്ക് ഒരു ഇൻറോഡ് വെട്ടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അവരതിലൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉന്നയിക്കുകയല്ലേ? അപ്പോൾ അതിനകത്തൊരു നമ്മൾ ശരിക്കും ആത്മവിമർശനപരമായി ചെയ്യുന്ന ഒരു കാര്യം പോലെയല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് രണ്ടും ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുക? യാഥാർത്ഥ്യമല്ലേ? നമുക്ക് ഒരു മുന്നണി സംവിധാനം എന്നത് പൂർണ്ണമായും ഒരു ഫോൾ പ്രൂഫ് സിസ്റ്റം അല്ലല്ലോ. നമുക്ക് ഇപ്പം കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ശിവസേനയെ കൂടി കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് ശിവസേനയ്ക്ക് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അതിന് തീവ്ര വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. പക്ഷെ ഒരു വലിയ സംഘപരിവാർ ഫാസിസത്തെ ചെറുക്കേണ്ടതിൻ്റെ ഭാഗമായി അവരുടെ പ്രത്യയശാസ്ത്രത്തിനും അവരുടെ പ്രവർത്തന പദ്ധതിക്കും നിരവധി പാളിച്ചകളുണ്ടെങ്കിലും കൂട്ടിയോജിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ ലാർജർ ഇൻട്രസ്റ്റിന് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു വിഭാഗത്തെ കൂട്ടി നിർത്തിയത്. എന്ന് പറയുന്ന പോലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവരുടെ രാഷ്ട്രീയ മതത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർക്ക് വർഗീയ കക്ഷികളോട് കൂട്ടിയേറേണ്ട കാര്യമില്ല. പക്ഷെ അവർ പ്രായോഗിക തലത്തിലാണ് ഞാൻ പറഞ്ഞത്. പ്രായോഗിക തലത്തിൽ അവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടെ നിർത്തേണ്ടത് രാജ്യം നേരിടുന്ന വലിയ ഭീഷണി കണക്കിലെടുക്കുമ്പോൾ അത് അനിവാര്യതയാണ്. ഇവരാണ് തിരുത്തൽ വരുത്തേണ്ടത്. വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ വിമർശനം ഇപ്പോൾ PM-ശ്രീ പദ്ധതി തിരുത്തണ്ടേ? അതോടൊപ്പം തന്നെ സംഘപരിവാറിനോട് വെച്ച് പുലർത്തുന്ന സോഫ്റ്റ് കോർണർ കുറയ്ക്കണ്ടേ? കെ ബാലനും അതുപോലെ പിണറായി വിജയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ നടത്തുന്നവർക്ക് കൊടുക്കുന്ന സംരക്ഷണം, ഇതൊക്കെ ഒരു വിലയിരുത്തലിന് വിധേയമാക്കേണ്ടത് CPM അല്ലേ? അപ്പം ഞങ്ങൾ ഒരു മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPMന്റെ മുഖ്യ എതിരാളി എന്ന നിലയിൽ ഞങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി മനസ്സിലാക്കി തിരുത്തൽ വരുത്തേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സങ്കല്പം തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ PM-ശ്രീ വിഷയത്തിൽ CPM ഇതിന് പറയുന്ന ഒരു മറുവാദം, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്രം കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഫെഡറൽ തത്വങ്ങളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് BJP തടഞ്ഞു വെക്കുന്നു. അതിനെ ചേർന്ന് പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാവുന്നില്ല. അപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വികസനം ഏതാണ്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന ആശങ്കയുടെ പുറത്താണ് തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതിനെ ചെറുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് PM-ശ്രീയിൽ ഒപ്പിടുന്നത് എന്നൊരു വാദം CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPM ആണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. CPIക്ക് അതിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അപ്പോൾ ആ വാദത്തിന് എന്താണ് മറുപടി ഉള്ളത്? CPM മുന്നോട്ട് വെക്കുന്നുണ്ടോ? പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നു. CPM എന്നൊരു പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ PM-ശ്രീ പദ്ധതി ഒപ്പിട്ടതിനെ കുറിച്ച്? മധുരയിലെ പാർട്ടി കോൺഗ്രസ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നുള്ളതാണ് PM-ശ്രീ പദ്ധതിയുടെ കാതൽ. സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നാലെ പാർട്ടി അറിയിക്കാതെ, ക്യാബിനറ്റിനെ അറിയിക്കാതെ, ഒരാളെയും അറിയിക്കാതെ കരാർ ഒപ്പിടുന്നു. അപ്പോൾ ഒരു പാർട്ടി എന്ന് പറയാൻ സാധിക്കുമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി എടുത്തൊരു തീരുമാനത്തെ എൻഡോഴ്സ് ചെയ്യുക മാത്രമാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇവരുടെ ഈ ഒരു വിമർശനം. അതായത് ഇവർ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെങ്കിൽ അത് കൂട്ടായൊരു ശ്രമമല്ലേ വേണ്ടത്? കേരളത്തിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ഗവൺമെൻറ് വിളിച്ചു ചേർക്കുന്നു. ഇങ്ങനൊരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്.
കേന്ദ്ര സഹായം നമുക്ക് ഡിനൈ ചെയ്യപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് നിന്ന് എന്താണ് നയം സ്വീകരിക്കേണ്ടത്, വിളിക്കണ്ടേ? ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം തലമുറകളുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നതാണ് വിദ്യാഭ്യാസ പദ്ധതി. ഇന്ത്യയുടെ ദേശീയത എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കറിയാം, അതിൽ ഹൈന്ദവ ചക്രവർത്തിമാരുണ്ട്, ബൗദ്ധ ചക്രവർത്തിമാർ, അശോകൻ നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ്, ജൈന ചക്രവർത്തിമാരുണ്ട്, മുഗൾ രാജാക്കന്മാർ ദേശീയതയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ആദിവാസി ജനവിഭാഗങ്ങൾ, ഇതെല്ലാം. അപ്പം നമ്മുടെ ഈ വൈവിധ്യമാണ് നമ്മുടെ ദേശീയത. പുതിയ ദേശീയ പദ്ധതിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് യാജ്ഞവൽക്യ സ്മൃതിയും മനുസ്മൃതിയും ഒക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയതയ്ക്ക് പോലും മതപരമായ ഒരു ചിഹ്നം കൊടുക്കുകയാണ്. അപ്പോൾ അത്ര ഒരു വലിയ ഒരു ഗൂഢമായ ഒരു പദ്ധതി, രാജ്യത്തിൻ്റെ തലമുറകളുടെ മനസ്സുകളെ സൂചിപ്പിക്കുന്ന, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവം തീരുമാനിക്കാൻ പോകുന്ന ഒരു പദ്ധതിയിൽ, ആ ഗൂഢപദ്ധതിയിൽ പങ്കാളികളാകുമ്പോൾ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനെ അത്ര ലാഘവത്തോടെ നിസ്സാരമായി കാണാൻ സാധിക്കുമോ? ഇവർ പറയുന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഈ പറഞ്ഞ നല്ല ഓപ്ഷൻസ് ആണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്തുള്ള സമ്മേളനം, പ്രത്യേക നിയമസഭാ സമ്മേളനം, അവിടെ ഉയർന്നു വരുന്ന ചർച്ചകളിലൂടെ എടുത്തുന്ന ഒരു കൺസെൻസസ്, ഇങ്ങനെയല്ലേ കാര്യങ്ങളെ നേരിടേണ്ടത്? അപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. പിണറായി വിജയൻ എന്നത് BJPയുടെ അവരുടെ ലാർജർ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, പല ദൗർബല്യങ്ങളുള്ളൊരു വ്യക്തി. ഇപ്പോൾ ഈ നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം, നമ്മൾ പ്രത്യേക സാഹചര്യം എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സംഘപരിവാറുമായിട്ട് ചേർന്ന് പോവുകയാണ് കേരളം എന്ന് പറഞ്ഞാലും കേന്ദ്രത്തിൽ നിന്ന് വലിയ തോതിലുള്ള പ്രോബ്ലംസ് കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒബ്ജക്റ്റീവാണ്. നമ്മൾ ആരും നോക്കിയാലും ഇപ്പം കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പുറകിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായൊരു ഇടപെടലുണ്ട്. അതേപോലെ തന്നെ വളരെ ഇഫക്റ്റീവായ ഒരു ഗവേണൻസ് മോഡൽ തങ്ങൾ സൃഷ്ടിച്ചു എന്നൊരു വാദം CPIM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് തെളിവായിട്ട് അവർ പറയുന്നത് ഒന്നാണ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അവർ സാധ്യമാക്കി. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ക്ഷേമ പെൻഷനുകൾ, അത്തരം പ്രോഗ്രാമുകൾ മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം കേരളം നിരന്തരമായി 1-ാം സ്ഥാനത്ത് ഫെയർ ചെയ്യപ്പെടുന്നു എന്ന കാര്യം. അപ്പോൾ വ്യവസായം എടുത്താൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാമതെത്തി എന്ന് പറയുന്ന വാദം, ഈ വാദമല്ല, അത് സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ ഒരു കാര്യം അവർക്ക് അവകാശപ്പെടാനുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വകുപ്പ് തിരിച്ച്, ഓരോ മേഖലകൾ തിരിച്ച് തങ്ങൾ ഇത്രയും കാര്യം, ഹൈവേ പദ്ധതി പൂർത്തിയാക്കുന്നു, വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ തുടക്കത്തിൽ അത് കയ്യിൽ കിട്ടി, അത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നു, അത് വളരെ ഇഫക്റ്റീവായിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ. അപ്പോൾ ഈ തരത്തിൽ വളരെ ഇഫക്റ്റീവ് ഗവേണൻസിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് മാത്രം അവർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടെന്നും, വൈകാരികമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ, ഇതിനെ ഒരു കമ്മ്യൂണലായ പോളറൈസേഷൻ ഉപയോഗിക്കുകയും അതിനെ ഒരു തെഫ്റ്റിനെ ഒരു ഇമോഷണൽ സാധനമായിട്ട് കണക്കാക്കുകയും ചെയ്തിട്ട് കോൺഗ്രസ്സിന് ഇവരുടെ ഗവേണൻസ് മോഡലിൽ പ്രത്യേകിച്ച് വിമർശനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നൊരു ആക്ഷേപം ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വ സർക്കാരിൻ്റെ ഒരു ഗവേണൻസ് മോഡൽ വളരെ സക്സസ്ഫുൾ ആയ, വെൽഫെയറിസ്റ്റായ ഒന്നാണെന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ഒരിക്കലുമില്ല. ഒരു പരാജയപ്പെട്ട ഗവേണൻസ് മോഡലാണ് കേരളത്തിലുള്ളത്. ഇപ്പം ഞാനിപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് സംഗീത് പറഞ്ഞു. കേരളത്തിൽ ഇവർ ലിസ്റ്റ് ചെയ്ത 60,006 അത്രയുമാണ് അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിലേക്ക് ഇവർ ചെയ്തത് എന്ന് പറയാൻ ദീർഘകാലം നടന്ന സർവേസിലൂടെയൊക്കെ എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ചില പഞ്ചായത്തിലൊക്കെ 20-21 കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. യാഥാർത്ഥ്യവുമായിട്ട് വല്ല അടുപ്പമുള്ളതാണോ? ഇപ്പം ഇന്ത്യയിലെ തന്നെ, കേരളത്തിൽ തന്നെ ആദിവാസി മേഖലകൾ, പട്ടികജാതി ജനവിഭാഗങ്ങൾ, തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ, ഇവരൊക്കെ സമ്പൂർണ്ണമായി അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളാണ്. സ്ഥിരമായ ഒരു വരുമാനവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ അതിദാരിദ്ര്യത്തിനായിട്ട് സർക്കാർ ഉണ്ടാക്കിയ ഒരു മാനദണ്ഡത്തിൽ പെടുന്ന ആളുകളാണ് ഈ 64,000 പേര്. അവിടെ പറയുന്ന തെറ്റാണ്, മറുവാദം തെറ്റാണ്. കാരണം അതിദാരിദ്ര്യത്തിന്റെ ഒരാൾക്ക് ഒരു ഔദ്യോഗികമായ രേഖകളില്ല. റേഷൻ കാർഡ് ഇല്ലാത്ത ഒരാൾ അതിദാരിദ്ര്യ പട്ടികയിൽ വരും. റേഷൻ കാർഡ് കിട്ടി എന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ആ ലിസ്റ്റിൽ നിന്ന് മാറുകയാണ്. ഇതുവരെ റേഷൻ കാർഡ് ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടിയാൽ അത് മുന്നോട്ട് പോയി. ഭൂമിയില്ലാത്തവർ, വീടില്ലാത്തവർ, ഔദ്യോഗികമായ ഇത്തരം രേഖകളില്ലാത്തവർ, ഭിന്നശേഷിക്കാർ, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളിൽ പെടുന്ന ആളുകൾ കണക്ക് കൂട്ടിയാൽ കേരളത്തിൽ 60,000 കുടുംബങ്ങൾ മാത്രമാണോ ഇത്തരത്തിൽ വരുന്നത്? അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അതൊരു പ്രഖ്യാപനത്തിന് വേണ്ടി നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ലോക്കൽ ബോഡിയിൽ തെരഞ്ഞെടുപ്പിൽ പോലും CPM ഒരു പ്രചരണ മുഖമായി അതിനെ ഉയർത്തിയില്ല. കാരണം അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തെറ്റാണ്.
ഇതുമായിട്ട് പോയാൽ ഒരു പഞ്ചായത്തിൽ ചെന്നാൽ 21 കുടുംബങ്ങൾ മാത്രമാണ് അതിദരിദ്രരെന്ന് പറഞ്ഞാൽ അതിദരിദ്രരായ മനുഷ്യരുടെ ഒരു വലിയ സമൂഹത്തെ അവർക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ആ പ്രചരണം അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഇതുപോലെയാണ് ഓരോ പ്രഖ്യാപനങ്ങളും. ഇപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇവരെ യഥാർത്ഥത്തിൽ ചെയ്തതെന്നാണ് ഇവർ കൺവേർഷൻ റേറ്റിനെ കുറിച്ച് ഇടയ്ക്ക് രാജീവ് പറയുന്നുണ്ടായിരുന്നു. അതിൽ അപേക്ഷിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചവർ ഇത്ര പേർ അതിലെ പിന്നെ വ്യവസായങ്ങളെ കൺവേർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്താ, വ്യവസായങ്ങളുടെ ഡെഫിനിഷൻ തന്നെ അങ്ങ് മാറ്റി. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു ചെറിയ മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് അപേക്ഷിച്ച് അത് തുടങ്ങിക്കഴിഞ്ഞാൽ വ്യവസായം തുടങ്ങിയ തരത്തിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതല്ലല്ലോ അതിൻ്റെ ലക്ഷ്യം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരമായ തൊഴിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സാമ്പത്തിക രംഗത്തിന് ഉണർവ് നൽകുന്ന നിക്ഷേപങ്ങൾ തരത്തിൽ വേണം നമ്മളതിനെ കാണാൻ. അത്തരത്തിൽ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലുള്ള നിക്ഷേപങ്ങൾ എത്രയാണ്? ഒരു നമുക്ക് ഈ ഒരു ഗവർണൻസ് മോഡൽ പരാജയമാണെന്ന് പറയാൻ നമുക്കൊരു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, പോളിടെക്നിക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ഇപ്പോൾ കൂടുതലും സർവീസ് സെക്ടറിനേക്കാൾ കൂടുതൽ ഇത്തരം ഉൽപ്പാദന മേഖലയിലേക്ക് വരുന്ന ആളുകളാണല്ലോ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. സർവീസ് സെക്ടറും ഉണ്ട്. കേരളത്തിൽ ഒരു 15,000 രൂപ ശമ്പളം കിട്ടുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ ഈ ചെറുപ്പക്കാർക്കാരെങ്കിലും ഉണ്ടോ? വിദേശങ്ങളിലേക്ക് പോകാൻ, മറ്റ് സംസ്ഥാനത്തേക്ക് പോകുന്നല്ലാതെ ഇവിടെ തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അപ്പം നമുക്ക് തന്നെ അറിയാം, താൽക്കാലികമായി ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ചെറുപ്പക്കാർ. അപ്പം നമുക്ക് ചെറുപ്പക്കാരന് കിട്ടേണ്ട വരുമാനം ഉയർത്താൻ സാധിച്ചില്ല. തൊഴിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്നത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടൊരു സംസ്ഥാനമായി കേരളം മാറി. ചെറുപ്പക്കാരന് മുമ്പിലുള്ള തൊഴിൽ ഓപ്ഷൻ എന്നത് മൈഗ്രേഷൻ മാത്രമായി. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ രാജ്യത്താകമാനം, സംസ്ഥാനത്താകമാനം ഈ പുതിയ പുതിയ റിക്രൂട്ടിംഗ് ഏജൻസികൾ വർദ്ധിക്കുന്നല്ലാതെ ഇവിടെയുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടൊരു സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്ന വ്യാജേന പ്രചരണങ്ങൾ നടത്തിയെങ്കിലും അതുപോലും ഫോൾ പ്രൂഫായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാർ. ഇതിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ സോഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സസിൽ കേരളം മുന്നിൽ വരുന്നത് ഇപ്പോഴാണോ? എത്രയോ വർഷങ്ങളുടെ ചരിത്രം അതിനില്ലേ? നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള രാജ്യത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സസിൽ പോലും തിരുവിതാംകൂറും കൊച്ചിയുമൊക്കെ എത്രയോ മുന്നിലാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യം എന്തായിരുന്നു? അന്നത്തെ ഇവിടെ ഉയർന്നു വന്ന സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ആ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും അന്നത്തെ സ്വാഭാവികമായിട്ട് ആ സോഷ്യൽ പ്രഷർ കൊണ്ട് രാജ്യത്തിന് അതിൻ്റെ വലിയ ചരിത്രം മുതലുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് തിരുവിതാംകൂറും കൊച്ചിയുമൊക്കെ തന്നെ ഒരു സാമന്ത രാജ്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്. ഏത് സമയത്തും അനക്സേഷന് വേണ്ടി സാധ്യത ഉണ്ടായിരുന്ന രാജ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് മോഡലിനേക്കാൾ കൂടുതൽ ഉയർന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഭരണ മോഡൽ ആവശ്യമല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഉയർന്നു വന്ന സാമൂഹ്യ നവോത്ഥാന പ്രശ്നങ്ങൾ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തി. തൊഴിലിന് വേണ്ടി മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലൊക്കെ നടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ സോഷ്യൽ പ്രഷറും അവരുടെ അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു സമ്മർദ്ദവും കൂടെ നേരിട്ടപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ മനുഷ്യ വിഭവത്തിൽ അല്ലെങ്കിൽ മനുഷ്യ വികസനത്തിന് വേണ്ടി കൂടുതൽ ഊന്നൽ ആ കാലഘട്ടം മുതലേ ഉണ്ട്. പിന്നീട് മിഷണറിമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനം ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ കേരളത്തിന് മറ്റെല്ലാ സംസ്ഥാനങ്ങളൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആ അഡ്വാൻറ്റേജിൻ്റെ നിലനിർത്തലല്ലേ കാണുന്നത്. ആരോഗ്യ മേഖല, പിന്നെ ക്രമസമാധാനം, ഇതൊക്കെ ഈ CPM കാലഘട്ടത്തിൽ നടന്നതാണോ? എത്രയോ കാലഘട്ടമായ ആ ഇൻഡസ്ട്രീസിൽ കേരളം മുന്നിലാണ്. അവിടുന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇന്ത്യയിൽ ഈ മേഖലകളെല്ലാം വളരെ പിന്നോക്കം നിന്ന പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇപ്പം തന്നെ കോട്ടയത്ത് നമ്മൾ കാണുന്നു, ഒരു കെട്ടിട കുളിമുറി ഉൾപ്പെടെ ഇടിഞ്ഞ് വീണ് മെഡിക്കൽ കോളേജിലെ ആളുകൾ മരണമടയുന്നു. പിന്നെ കൈക്ക് പരിക്കേറ്റ് വന്ന് കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയുണ്ടാകുന്നു. ICU ഒന്നും ബെഡില്ലാതെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആരോഗ്യമേഖലയൊക്കെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കേരളത്തിന് സ്ഥായിയായി ഉണ്ടായിരുന്ന ഒരു സാധ്യതകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചില്ല. PR ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണവും പരസ്യവുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആകെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് തിരഞ്ഞെടുപ്പ് ഫലം. അല്ലാതെ ശബരിമല മാത്രം കൊണ്ട് നേടിയ ഒരു വിജയമല്ലത്. ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ റോഡിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം രാജ്യത്ത് വന്നത്. അപ്പോൾ അതുവരെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ വെക്കുമ്പോൾ UPA സർക്കാർ കൊണ്ടുവന്നതാണ്. നഷ്ടപരിഹാരം എന്നത് ഒരു
മാനദണ്ഡമില്ല. അതെ, ചുരുങ്ങിയ നഷ്ടപരിഹാരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഭൂമി വിട്ടുകൊടുക്കില്ല. ഭൂമി ഏറ്റെടുക്കൽ നിയമം വന്നതോടെ ഭൂമി വിലയുടെ 2 ഇരട്ടി വരെ മാർക്കറ്റ് വില കൊടുത്തെങ്കിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. കേരളവും അത് ചെയ്തു. അതല്ലേ സംഭവിച്ചുള്ളൂ. ദേശീയപാത വികസനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ എല്ലാ ദിവസവും ഇവിടുത്തെ PW മന്ത്രി നടക്കുന്നു, ഇരിക്കുന്നു, ഡ്രോൺ വീഡിയോസ് എടുക്കുന്നു. ഇപ്പം എന്താ എടുക്കുന്നുണ്ടോ? പണിയുന്ന എല്ലാ സ്ഥലങ്ങളും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീഷണിയിലാണ്. അപ്പോൾ സ്വാഭാവികമായി രാജ്യത്തുണ്ടാകേണ്ട ഒരു വികസനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഇവർ ശ്രമിച്ചു, പരാജയപ്പെട്ടു. വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കാൻ ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉയർത്തിയ CPM അല്ലേ? 6000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. പിന്നെ സ്വാഭാവികമായി അവർ പൂർത്തീകരിച്ചു. എല്ലാ തടസ്സങ്ങളും നീക്കി ഉമ്മൻചാണ്ടി തുടങ്ങിയൊരു പദ്ധതി കരാർ ഒപ്പിട്ട് പണവും കൈമാറി കഴിയുമ്പോൾ പിന്നെ പൂർത്തീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നത് അവരുടെ മാത്രം ക്രെഡിറ്റ് ആണോ? അതൊരു ഗവൺമെന്റിന്റെ തുടർച്ചയുടെ ഭാഗമാണ്. ഇവർക്ക് തനതായ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചോ? ഇപ്പം KRail എന്ന് പറഞ്ഞ കാര്യം, ഒരു കൺസെൻസസ് ബിൽഡിങ്ങിന് അവർക്ക് സാധിക്കുന്നുണ്ടോ? കാരണം എന്താ, പിണറായി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു, അവർക്ക് വിമർശിക്കാൻ പോലുള്ള അവകാശമില്ല. അത് എത്ര മണ്ടത്തരമാണെങ്കിലും അതിനുവേണ്ടി കൊട്ടിഘോഷിച്ച് നടന്ന് പിന്നാലെ പോകേണ്ട ഉത്തരവാദിത്തമാണ് അവർ. ഇട്ട മഞ്ഞക്കുറ്റികളെല്ലാം ഇപ്പം എവിടെയാണ്? അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു വിഷൻ ഇല്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇപ്പം നമ്മൾ നേരിടുന്ന സിസ്റ്റമിക് ആയ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഇപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തനത് വരുമാനം കണ്ടെത്തുന്നതിലുള്ള പരിമിതി. കേരളം തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴും നമുക്ക് ആ പരിമിതിയുണ്ട്. കടമെടുക്കൽ പരിധി വലിയ തോതിൽ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ ഓരോ ഗവൺമെൻറ് മാറി വരുമ്പം കടം ഇരട്ടിച്ചിരട്ടി വരും. ഈ ഗവൺമെൻറ് അത് ഇരട്ടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഫാക്ട് ആ ലിമിറ്റേഷൻ അവരുടെ മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് രാജ്യത്താകെ നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവുമ്പോൾ രാജ്യം മുഴുവൻ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJP ഇതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കില്ലേ കൊണ്ടുവരാൻ പോകുന്നത്? അപ്പം ഈ കാര്യങ്ങളെ മറികടക്കാൻ കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ടോ? കാരണം ഈ പ്രശ്നം ഇതേപോലെ ഉണ്ടാവും, ഇതിനേക്കാൾ ഗൗരവം കൂടാനാണ് സാധ്യത. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ പ്രശ്നങ്ങളെ നമ്മൾ അവരുടെ പരിമിതിയായിട്ട് കണക്കാക്കുന്നു, അത് ജനങ്ങളോട് ആ നിലയിൽ പറയുന്നു. അപ്പം ഇതേ പ്രശ്നം കോൺഗ്രസ്സിന് നേരിടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വന്നാൽ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ, അപ്പം എന്താണ് അതിനൊരു മറുപടിയായിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിനൊരു സൊല്യൂഷനായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ നാടിൻ്റെ പൊട്ടൻഷ്യൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഈ LDF ഭരണത്തിന് സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഒന്ന് തനത് വരുമാനം വർദ്ധിപ്പിക്കണം, രണ്ടാമത് ഉള്ള വരുമാനം സമാഹരിക്കണം. അപ്പം നമുക്കറിയാം ഇഫക്റ്റീവായ നികുതി പിരിവ്, അപ്പം നമുക്കുള്ള വരുമാന സ്രോതസ്സുകളിൽ തന്നെ പിഴിഞ്ഞെടുക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, കൃത്യമായ സമയത്ത് അത് കളക്ട് ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. UDF വളരെ കൃത്യമായ നികുതി പിരിവിൻ്റെ വീഴ്ചകളെക്കുറിച്ച് മുമ്പ് തന്നെ പരാമർശിച്ചിട്ടുണ്ട്. 2, നമ്മുടേതായ സ്ട്രെങ്സ് ഉപയോഗപ്പെടുത്തുന്നതിൽ വരുമാനം വർദ്ധിക്കണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിനുള്ള മാർഗങ്ങളും ഉണ്ടാകണ്ടേ. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ അതിൻ്റേതായ മാർഗങ്ങൾ, അതിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഒന്ന്, നമ്മുടെ യുവത്വത്തിൻ്റെ പൊട്ടൻഷ്യൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുത്ത് ഇവിടെ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം. നമ്മുടെ കാർഷിക മേഖല ഉൾപ്പെടെ, തോട്ടം മേഖലകൾ ഉൾപ്പെടെ നമ്മുടെ കാർഷിക മേഖലയിൽ വരുമാന വർധന ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വരുമാനം സപ്പോർട്ട് ചെയ്താലല്ലേ വരുമാനം ലഭിക്കൂ. അത്തരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ ടൂറിസം പൊട്ടൻഷ്യൽ ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? നമ്മുടെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് ഇപ്പോഴും നമ്മൾ പോയാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിൽ പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം വരുമാന വർധനവിനായിട്ടുള്ള മാർഗങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. UDF അത് ചെയ്യും. അതിനുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അത്തരമൊരു വിഷനായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. നികുതി വരുമാനങ്ങളുടെ ശേഖരണവും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയർത്താൻ ആവശ്യമായ പദ്ധതികളും തീർച്ചയായിട്ടും എല്ലാ പൊട്ടൻഷ്യലും ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ അത്തരത്തിൽ പിന്നെ കേന്ദ്രത്തെ സംബന്ധിച്ച് കേന്ദ്രം ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനാപരമായ കമ്മിറ്റ്മെൻ്റാണ് വരുമാനങ്ങളുടെ ഷെയറിംഗ്. അതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തും. പക്ഷേ കേന്ദ്രത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കേരളത്തിൻ്റെതായ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. കേരളത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷനാണ് ഈ ഗവൺമെൻറ് ഇല്ലാത്തത്. ഇപ്പോൾ UDF 100 സീറ്റിൽ അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നമ്മൾ നോക്കിയാൽ അത് സാധാരണ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളാണ് നമ്മളൊരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ
കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഈ രണ്ട് മൈനോറിറ്റികളും 65%-ലധികം ഒരു കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കായി ആക്ട് ചെയ്യുമ്പോഴാണ് UDFന് അനായാസ വിജയം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഈ ഒരു കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? കാരണം BJP ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയതും അവരുടെ എഫേർട്ട് മുഴുവനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. അപ്പോൾ അവരുടെ ആ ജോലി അത് അവരുടെ ഭാഗത്തേക്ക് കുറച്ച് ആളുകളെങ്കിലും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച അറിവാണ്, സുനിൽ കനികുലുവിൻ്റെ റിപ്പോർട്ടിൽ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല എന്നൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചതായിട്ടും പാർട്ടി അത് തള്ളിക്കളഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്തടിസ്ഥാനത്തിൽ നമുക്കത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് നയിച്ച ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? ഒന്ന്, കോൺഗ്രസ് വിജയിച്ചത് ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ മുൻതൂക്കം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുള്ളൂ അക്രോസ് ദ കമ്മ്യൂണിറ്റിയാണ്. ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം കോർപ്പറേഷൻ ജയിക്കുകയും ജില്ലാ പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കുമ്പോൾ കൊല്ലത്തിൻ്റെ ഒരു സാമൂഹ്യ സ്വഭാവം എന്താണ്? പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ മാത്രമാണോ? അല്ല. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 12 സീറ്റുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലാണോ? ആലപ്പുഴ 8 സീറ്റ്. അപ്പം നമുക്ക് ന്യൂനപക്ഷ ഏകീകരണം മാത്രമാണ് UDFന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ്. അത് CPMന്റെ നറേറ്റീവാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ മതത്തെ കൂടുതൽ അടുപ്പിക്കാൻ, അവരുടെ വോട്ട് ബേസ് നഷ്ടപ്പെട്ട BJPയിലേക്കൊക്കെ നഷ്ടപ്പെട്ട വോട്ട് ബേസ് തിരികെ പിടിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ മാത്രം ഭാഗമാണത്. രണ്ടാമത്തെ കാര്യം, ഇന്നും BJPയുടെ ഒരു ഔട്ട്റീച്ച് ഒരു കുറേ കാലമായിട്ട് ന്യൂനപക്ഷങ്ങളെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെ BJP വിശ്വാസം എടുക്കാൻ സാധിക്കും? ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ പിന്നെ മറ്റ് സ്കൂളുകളിലൊക്കെ തന്നെ ഒറീസയിലും കർണാടകയിലും ഒക്കെ പഠിപ്പിക്കാൻ വൈദിക വൃത്തിക്കായിട്ട് പോകുന്ന വൈദികർ ആക്രമിക്കപ്പെടുന്നു. അവർ ക്രിസ്മസ് ആഘോഷത്തിന് പോലും പറ്റില്ല. കരോൾ സംഘത്തിനെ പൂർണ്ണമായി ആക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം, ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ പഴയ കാലത്തിലൊരു പത്രവാർത്ത പ്രിന്റ് മീഡിയയുടെ കാലഘട്ടത്തിലാണെങ്കിൽ വ്യാജ വാർത്തയാണെന്ന് പറയും. ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് കരോളിന് ഇറങ്ങുന്ന സാന്താക്ലോസിന്റെ വയറ്റത്തിടിക്കുന്ന സംഘപരിവാറുകാരൻ, പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന തടസ്സപ്പെടുന്ന ആളുകളെ ഭീകരമായി ആക്രമിക്കുന്നു. അപ്പം നേർക്കാഴ്ചയായി നിൽക്കുമ്പോൾ ഇവരൊരു ജനാധിപത്യ സമൂഹത്തിന്, മതേതര സമൂഹത്തിന് അനുയോജ്യമായ പാർട്ടിയല്ല എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾ കണ്ടു തിരിച്ചറിയുന്നതാണ്. അല്ല കോൺഗ്രസ് പ്രതിരോധിക്കേണ്ട ആവശ്യങ്ങളുണ്ടായിട്ടല്ല. പിന്നെ ഈ കനകലൂർ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇവരുടെ മാധ്യമ അജണ്ടകൾ സൃഷ്ടിക്കുന്നതാണ്. കനകൂലൂർ റിപ്പോർട്ട്, സുനിൽ കനകൂലൂർ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലഭിക്കുന്നതാണ്. അത് ചോർന്ന് കിട്ടുമോ മാധ്യമങ്ങൾക്ക്? അപ്പം ഇവർക്ക് തോന്നുന്ന കൂട്ടങ്ങ് എഴുതുകയാണ്. ഇവർക്ക് തോന്നുന്നത് കൂട്ട് ഒരു അജണ്ട ഇവരെന്ത് ചെയ്യാണ്? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പം നമുക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കിട്ടിയെന്നുള്ള കാര്യം, എല്ലാ വോട്ടും കിട്ടിയെന്നുള്ള കാര്യം BJPക്ക് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാക്കുക, വീണ്ടും ഒരു ശ്രമം നടത്താനുള്ള ഒരു ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പം എനിക്ക് ഇന്നലെ വായിച്ച റിപ്പോർട്ട് പ്രകാരം ഇവർ നിർത്തിയ ന്യൂനപക്ഷ സ്ഥാനത്തിൽ 1% ആളുകൾ മാത്രമാണ് ജയിച്ചത് എന്നുള്ള റിപ്പോർട്ട് ഞാൻ ഇന്നലെ വായിക്കുന്നത് കണ്ടു. BJPക്ക് അകത്തേക്ക് കടന്നു കയറാൻ സാധിച്ചെങ്കിൽ ഇതാണോ സ്ഥിതി? അല്ല. അപ്പം ജനങ്ങൾക്ക് ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും എല്ലാം തന്നെ BJPയുടെ അജണ്ടകൾ മനസ്സിലാകുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരൊറ്റ നേതാവിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് കോൺഗ്രസിൻ്റെ ഒരു പരിമിതിയായിട്ട്, കോൺഗ്രസിൻ്റെ ആഭ്യന്തര തർക്കങ്ങളുടെ ദൃഷ്ടാന്തമായിട്ട് എപ്പോഴും എടുത്തു കാണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തരത്തിലൊരൊറ്റ നേതാവിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന പരിമിതി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനേജ്മെന്റിനെ ബാധിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ നിരവധി നേതാക്കന്മാർ ഉണ്ട് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്തല്ലേ. ഇപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അർഹതയുള്ള ആളുകൾ എന്ന രീതിയിൽ പറയാൻ പോലും ഭയമാണ്. പറഞ്ഞാൽ അവരുടെ സ്ഥിതി മോശമാകും എന്നുള്ളൊരു ആശങ്കയിലാണ് അവരെല്ലാം. ഒരു ഏകാധിപത്യത, അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ എല്ലാം ഒരു സ്വഭാവം അതായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഇത്തരം അർദ്ധ ഫാസിസ്റ്റ് സ്വഭാവങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു ഏകഛത്രപതിയായ നേതാവിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. മറ്റുള്ളവർക്ക് മിണ്ടാൻ പോലും പറ്റില്ല. ഒന്നുകിൽ അവർ ഭൗതികമായി മരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, രാഷ്ട്രീയമായിട്ട് അവർക്കൊന്നും പറ്റാത്ത അവസ്ഥയെത്തണം. എങ്കിലേ രണ്ടാമതൊരു ലീഡറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ ഒരു സ്വഭാവം. ഇപ്പോൾ മുൻകാലങ്ങളിൽ തന്നെ
EMS നമ്പൂതിരിപ്പാടുള്ളപ്പോൾ തന്നെ KR ഗൗരിയമ്മ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിരുന്നു അല്ലേ? നയനാരാണ് ആയത്. അപ്പോൾ അന്ന് അച്യുതാനന്ദനുണ്ടായിരുന്നു, EMS ഉണ്ടായിരുന്നു, ഗൗരിയമ്മ ഉണ്ടായിരുന്നു. അന്നൊരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നാലും VS അച്യുതാനന്ദൻ ഇരിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ അവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പിണറായി വിജയൻ്റെ അദ്ദേഹം അതൊരു തെറ്റല്ല, പ്രായം ഇപ്പോൾ 80 കഴിഞ്ഞു. 80 കഴിഞ്ഞൊരു നേതാവ് ഇപ്പോഴും നിൽക്കുമ്പോൾ രണ്ടാമതൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് മിണ്ടാൻ സാധിക്കുന്നില്ല എന്ന് അവരുടെ ദൗർബല്യമാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി അതല്ല. കോൺഗ്രസിൽ നേരത്തെ നിങ്ങളതിനെ ദൗർബല്യമായി കാണുന്നെങ്കിൽ ഈ നേതൃവൈവിധ്യത്തെ ഞങ്ങളൊരു കരുത്തായാണ് കണക്കാക്കുന്നത്. മുഖ്യമന്ത്രിയാക്കാൻ ശേഷിയുള്ള നിരവധി നേതാക്കന്മാർ നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്ററി പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡുണ്ട്. ഇതിൽ ഈ വൈവിധ്യമാർന്ന നേതൃനിരയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. അപ്പോൾ അതൊരു ശക്തിയല്ലേ? ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്? ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും വ്യത്യസ്തമായ ശേഷികളുള്ള കഴിവുകളുള്ള നിര ഉയർന്നു വരികയും അവരിൽ ഏറ്റവും കോമ്പീറ്റൻ്റ് ആയ ഒരാളാകുക എന്നുള്ളതല്ലേ ശരി? അല്ല അതിനു മുമ്പ് ഒരാളുടെ പേരേ പറയാവൂ, മറ്റാരുടെ പേര് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. ആ ഗതികേടിലാണെന്ന് CPM. താങ്ക് യു.